ഹലോ. അപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഒരു പരിപാടിയായിട്ട് വന്നതാണ്. ഇവിടെയല്ല, തറവാട്ടിലാണ് പരിപാടി. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് അനിയത്തിൻ്റെ മോനെ ഒന്ന് ഡോക്ടറെ കാണിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി അച്ചൂസിനെ തറവാട്ടിൽ കൊണ്ടാക്കണം കേട്ടോ. അവിടെ ഉമ്മച്ചിയുണ്ട്. അപ്പോൾ ഓനവിടെ കൊണ്ടാക്കി നമ്മൾ ഓട്ടോയിൽ പോയിട്ട് എന്നിട്ടാണ് നമ്മളെന്താക്കിയത് ടൗണിലേക്ക് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്നാണ് കഴിച്ചത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം വീഡിയോ കാണണേ. അപ്പോൾ ഇതാ നമ്മൾ ഡോക്ടറെയൊക്കെ കാണിച്ച് കഴിഞ്ഞ് തിരിച്ച് ബസ്സിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു 10-11 മണിയൊക്കെ ആയിട്ടുണ്ടാവുമായിരിക്കും. 11 ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. തിരിച്ച് നമ്മൾ പോകുമ്പോൾ നല്ല ചൂടും വെയിലൊക്കെ ആയിട്ട് ആകെ ടയേർഡായിട്ടോ. എന്നിട്ട് എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങിപ്പോയേ കാറ്റൊക്കെ അടിച്ചപ്പം. അങ്ങനെ തിരിച്ച് നമ്മൾ എൻ്റെ വീട്ടിലോട്ടല്ല പോകുന്നത്, തറവാട്ടിലേക്കാണ്. കാരണം അവിടെയാണല്ലോ എല്ലാവരും ഉള്ളത്. അപ്പം അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഇന്നെന്താ പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ കസിൻ്റെ വയറ് കാണൽ ചടങ്ങാണ് കേട്ടോ. അതായത് 7ാം മാസത്തിൽ അവളെ കൂട്ടിയതിന് ശേഷം അവളെ ഭർത്താവിൻ്റെ വീട്ടുകാർ ഇവിടെ വന്ന് കാണുന്നൊരു ചടങ്ങാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കസിൻസ് എല്ലാവരും മക്കളും ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു. ഇതൊക്കെ എൻ്റെ കസിൻസാണ് കേട്ടോ, അവരുടെ മക്കളും ഒക്കെ. അപ്പോൾ കുട്ടികൾക്കാണ് കേട്ടോ ഏറ്റവും സന്തോഷം. എല്ലാവരും കൂടെ ഒരുമിച്ച് എപ്പോഴെങ്കിലല്ലേ കാണുക. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് കുട്ടികളൊക്കെ. പിന്നെ വന്നവർക്കൊക്കെ ഫുഡ് കൊടുത്തു കേട്ടോ. ഉച്ചയായിരുന്നു ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴേക്കും, 12 ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്ന ടൈമായിരുന്നു. മന്തിയും ബിരിയാണിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കഴിച്ച് കഴിഞ്ഞ് അവർ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളും ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഫുഡൊക്കെ നല്ലോണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ അവിടെ ഇവിടെയൊക്കെ നിന്ന് ഓരോരുത്തർ വർത്തമാനം പറയുന്നത്. പിന്നെ കൊണ്ടുവന്ന പെട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണമല്ലോ, അങ്ങനെ അത് നോക്കാൻ വേണ്ടി പോയി. ഇത് ബേബിക്കുള്ള പെട്ടിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു രസമല്ലേ നമുക്ക്. മക്കളൊക്കെ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ പുതിയൊരു ബേബി ഉണ്ടാകുമ്പോൾ അതിൻ്റെ കുഞ്ഞുടുപ്പും സ്വെറ്ററും കാര്യങ്ങളൊക്കെ കാണുക എന്ന് പറയുന്ന ഒരു ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കാം കേട്ടോ. പിന്നെ ഉള്ളത് നമ്മളെ പലഹാരപ്പെട്ടി. അത് ഉമ്മച്ചിൻ്റെ ഉമ്മ പൊട്ടിക്കുകയാണ് കേട്ടോ. അത് പൊട്ടിക്കുന്നവരെ സൗകര്യം ഉണ്ടായിരുന്നില്ല, കഴിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷെ എന്നാലും കാണണം എന്തൊക്കെയാണ് അതിലുള്ളത് എന്ന്. അങ്ങനെ ലാസ്റ്റ് അത് പൊട്ടിച്ച് ഓരോന്നിലും എന്താന്ന് ഇങ്ങനെ നോക്കുക. അത് മാത്രം ഒരു രസം കേട്ടോ. അതിപ്പോൾ എന്ത് സംഭവമാണെങ്കിലും, ഇപ്പോൾ ഗൾഫിൽ നിന്ന് ഒരാൾ വന്നാലും അങ്ങനെയാണല്ലോ, എന്താ ഉള്ളത് എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി. അപ്പോൾ എല്ലാവരും ചുറ്റും ഇരുന്നിട്ട് പെട്ടിയൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് നോക്കാം കേട്ടോ. അച്ചൂസ് അവിടെ തന്നെ ഇരുന്നിട്ട് ഓരോന്നൊക്കെ വാങ്ങുന്നുണ്ട്. കഴിക്കൊന്നുമില്ല, വെറുതെ വാങ്ങി കൂട്ടുക അത്ര തന്നെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ എൻ്റെ കസിന്. ഇവളെ വയറ് കാണൽ ചടങ്ങാണ്. അപ്പോൾ കുറേ നേരം ഇരുന്ന് മടുത്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളെന്താക്കി, പലഹാരങ്ങളെ കോരി വെക്കണമല്ലോ എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുന്നു. എല്ലാം ഇങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഓരിയൊക്കെ വെച്ചു. അപ്പം ഭയങ്കര ചൂടായിരുന്നേ. അത് കഴിഞ്ഞ് നമ്മൾ സിപ്പപ്പൊക്കെ വാങ്ങി ഇങ്ങനെ കഴിച്ചിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട്